റസിയ ആ ഷർട്ടിൽ തുറന്ന അല്ല നിങ്ങൾ എങ്ങട്ടാ രാവിലെ തന്നെ ഇപ്പൊ പറഞ്ഞ കാര്യം എന്തായി? നിങ്ങൾ പോയേക്കണില്ലേ? ഞാൻ മില്ലൊക്കൊന്നല്ല പോണ്ട്, വേറെ ഒന്ന് രണ്ട് സ്ഥലം പോയൊക്കെ എന്താ കാട്ടാൻ കണ്ടക്കണ്ട മനസ്സാ? ഇപ്പൊ പറഞ്ഞ മരാ മില്ലൊക്കൊന്ന് പോയിക്കൂടെ നിങ്ങക്ക്? അല്ലെങ്കിൽ ഇനിയിപ്പോ എന്താ നിങ്ങൾ ചെയ്യാ? അതൊന്നും ശരിയാവില്ല റസിയ. മില്ല് പോയോത്തോളം മതി. നോമ്പല്ലേ, ഇവിടെ തുറന്ന സാധനങ്ങളൊക്കെ കഴിഞ്ഞേക്കണ്. നിങ്ങൾക്കാണെങ്കിൽ ഇപ്പാനും മില്ലൊക്കെ പോവാനും പറ്റൂല. എന്താ നിങ്ങൾ കാട്ടാൻ കണ്ടക്കണ്ട്? നോൽമ്പാച്ചിട്ടെന്താ? നോൽമ്പെന്താ ആദ്യമായിട്ട് വരിക? എന്റെ ഉപ്പാന്റെ പണിയല്ലാത്ത പണിയൊന്നും നാട്ടില് വേറെ ഇല്ലേ? എനിക്കിപ്പോ സാധനം കൊടുത്താ പോരാ റസിയ. ഇതൊന്നും മുണ്ടാന്ന് നന്നാ ചവിട്ടി. ഞാൻ ഇപ്പൊ പറയാതെ പറഞ്ഞു, ഇനിയിപ്പോ നിങ്ങളെ ഇഷ്ടമുള്ളത് ചെയ്തോളി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾക്ക് ഒരു വരയില്ല. നിങ്ങൾക്ക് ഉമ്മ പറഞ്ഞാലേ നിങ്ങൾക്ക് എല്ലാം കേൾക്കേണ്ടിയുള്ളൂ. ഏതാ പഠിച്ചോന്നൊക്കെ കുറിച്ചുള്ളതാവോ ചതും പുതിയാടില്ല. ഞാൻ പെറ്റ കാട്ടുന്നു. സ്കൂളിലെല്ലാവരും ടൂർ പോകുന്നുണ്ട്, ഞാൻ പോട്ടെ. കണ്ടപ്പോ എല്ലാവർക്കും പറഞ്ഞേക്കും. ഇത് പറ്റിയ ടൈം തന്നെയാണ്. ഇത് മുണ്ടാ പോയിക്കറിഞ്ഞേ. ഏയ് ഇനിയിപ്പ ഈ പണ്ടാർത്തുള്ള ഇനിയിപ്പോ എന്തിനാണ് വിളിച്ചിട്ടുണ്ടാവാ? നേരം വെക്കുമ്പോ തന്നെ എന്റെ തുണി പൊയ്ക്കപ്പെടുന്നു. നീ എത്താ നിങ്ങൾക്ക് വേണ്ടത്? എനിക്കവിടെ 100 കൂട്ടം പണിയുണ്ട്. ഇത് എന്റെ അടിയിൽ കൂടി എന്താണ്? പെണ്ണമ്മ, ഇത് എപ്പോഴൊക്കെ കുടിച്ചിട്ടുണ്ടെന്നൊന്ന് പറഞ്ഞിട്ടിക്കട്ടെ. അത് മനസ്സിലാവണില്ല, അതുകൊണ്ടാണ്. അത് ശരി. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ മോളെ ഗുളികയും മരുന്ന് കുറിച്ചൊക്കെ പഠിപ്പിച്ച നീന് അതൊക്കെ നടന്നോ? 24 മണിക്കൂർ ഇന്റെ കുറ്റം പറഞ്ഞു കൊടുക്കല്ലേ നിങ്ങൾക്കുള്ള പണി നോക്കൂ. നാളെ താൻ കുറിച്ച അടുക്കള കുറെ പണിയുണ്ട്. നിങ്ങളെന്താ വിളിച്ചോ? പിന്നെ ആ നോമ്പും കിറ്റ് ഒക്കെ എഴുതി ഉണ്ടാക്കി കൊടുക്കാനുള്ളവർക്കൊക്കെ ഉള്ളത് ഒക്കെ എഴുതിയോ? ആർക്കൊക്കെ കൊടുക്കാനുള്ള എന്താ വെച്ചാല് വേഗം പറയാം. എന്നപ്പോ ആ കുഞ്ഞുട്ടിന്റെ സൂപ്പർ മാർക്കറ്റിൽ കുളിച്ചിറക്കാട്ടെ അതിന്റെ ഓർഡർ പറയണം. ഞാനൊന്നും എഴുതിയിട്ടില്ല. നമുക്കിന്നിപ്പോ എഴുതാൻ മോനുണ്ടല്ലോ അവിടെ. മോനോ അപ്പൊ എന്നെ നോട്ട് എടുത്തിട്ട് വാ. അല്ല ജന എഴുതിക്കോ, എഴുതിക്കോട്ടോ. ആരൊക്കെ പേരുകൾ എഴുതണ്ടേ? നമ്മളെ ബീരാക്കല്ലേ അവിടക്ക്, കുഞ്ഞുട്ടിയൊക്കെ അടുക്ക്, പിന്നെ മറിയാത്ത അടുക്ക് വേണം, പിന്നെ നബിസ്താത്ത അടുക്ക് വേണം, കൈജാത്തല്ലേ അങ്ങട്ട്. ആ എഴുതി കൂടെ, എഴുതിയോ? നമ്മളെ ഭാവാക്ക ഉണ്ടാവും അവിടെ വന്നിട്ട് വിളിച്ച മോന്റെ കേരളത്തിൽ വരെ ആർക്കൊക്കെ വേണ്ടി വരിക അറിയില്ല. ഞാൻ വിളിക്കാം. ബാബു, ആ കുഞ്ഞുട്ടിന്റെ സൂപ്പർ മാർക്കറ്റിലെ കുറച്ച് കിറ്റിന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫുള്ള് കണക്കുകൾ എടുത്തിട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ കെയർ ഓഫിൽ എന്റെ കുടുംബത്തിക്ക് ആർക്കെങ്കിലും വേണ്ട എന്താ വെച്ചാല് അത് പറഞ്ഞു കൊടുക്കുക. നോയിരിക്കോളും. നമുക്ക് ഇവനൊന്ന് വർക്ക്ഷോപ്പ് കയറ്റാൻ അയക്കുന്നു തോന്നുന്നു. ആ ബാക്കിൽ ഇങ്ങനെ ഒരു അടി വരുന്നുണ്ട്. അപ്പൊ എവിടെ നല്ലത് കാണിച്ചാല് നോണിന്റെ അവിടെ കാണിച്ചാൽ കേട്ടോ. ആ നാളെ വർക്ക്ഷോപ്പില്. അപ്പൊ എന്താ ചെയ്യാ, മറ്റേ വണ്ടി എടുത്ത് പോവാ. സെറ്റ് ബൈക്കോ? ആയിക്കോട്ടെ. അതാ ഞാനാ വരുന്നു. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. എന്തേ വിളിച്ചിട്ടുണ്ട്? ഇജയ് ബാബുവിന്റെ ഒപ്പം ഒന്ന് പോ. ആ കിറ്റുകളൊക്കെ തന്നെ മേടിച്ചോണ്ടിരാനും ഇതിനൊക്കെ ഉണ്ട്. ഉണ്ടാവും അവിടെ ഒന്ന് പോയിക്കാട് പോലെ. ഓക്കെ പോയി. റഷീദ് വരുന്നു, പെരീന്ന് തന്നെ വരുന്നുണ്ട്. ഞാന് പെരീന്ന് തന്നെയാണ് വരുന്നത്. അലയും വിളിച്ചിരുന്നു, അപ്പൊ അങ്ങനെ വന്നതാണ്. നമ്മളവിടെ കിറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ സുഖമില്ലാത്ത രണ്ടാളുണ്ടല്ലോ, ഓൽക്കുള്ള കിറ്റ് മാറ്റി വെക്കണം കേട്ടോ. അത് ആർക്കച്ചെങ്കിൽ കൊടുത്താണ്ടേ, അത് ചോദിച്ചാനും പറയാനും നിക്കണ്ട. അത് നമുക്ക് കൊടുക്കാനുള്ളതല്ലേ, ആർക്കച്ചെങ്കിൽ കൊടുത്തോണ്ടിട്ടോ. ഞാൻ ഇതൊരു വെള്ളം എടുക്കാം, പോവാം. വെള്ളം വേണ്ട, ഞാനിപ്പോ സമയമില്ല, ഞാൻ പോയിട്ട് ആ കൊടുത്തിട്ട് വരാം. ഇമ്മ വിളിച്ചിന്ന് പറയുന്നു. ഞാനൊന്ന് പോയി എന്നാലോടെ. ഇതിനാപ്പത് 4 സൈറ്റിലുള്ള വന്നിട്ട് അപ്പൊ തന്നെ പോവുക. നോക്കിയാലും മാറുന്നുണ്ട് അടങ്ങിയ പാത്തി ഇരുന്നു. ഇമ്മ വിളിച്ചുമ്പോ പിന്നെ പോണ്ടേ? ഇമ്മക്ക് ഇങ്ങോട്ട് വണ്ടി തരാനൊന്നും കജൂലല്ലോ. അപ്പൊ ഞാൻ എന്താണ് പോയി തരാം കാക്ക. അപ്പൊ ഇങ്ങോട്ട് എനക്ക് ആ റസ്യാന്റെ കയ്യിൽ നിന്ന് പള്ളർച്ച കിട്ടിയല്ലേ, തീരെ ഉസുറ് ഉൾപ്പില്ല എനക്ക്. എപ്പോഴും മാറുന്നുണ്ട്. അടങ്ങിയ ഒരു പാത്രം ഇരുന്നോണ്ട്.
ആ അളിയാ ആ മാൻപറ്റി ആ അളിയ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ അവിടെ ഉണ്ടേനു. എന്ത് പോന്നു മക്ക് എന്തുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല അളിയ, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ മുട്ടിനെ ഒന്ന് കാണാച്ചിട്ട് പോന്നാണ്. നമ്മളാ ബേക്കറി കൊടുത്തിട്ട് വലിയ നഷ്ടമൊന്നും വന്നിട്ടില്ലല്ലോ. ഞാൻ ആ ചെറുക്കനെ കുറെ അന്വേഷിച്ചിട്ടുണ്ട്. ഒരു ഫോൺ കണ്ടിട്ടോ. ആ ഞാൻ അന്വേഷിക്കണ്ട അളിയ. ഹലോ മാനുപ്പാ ഇമ്മപ്പൊ വിളിച്ചിരുന്നു. ആ അപ്പൊ കാക്കാനോട് ഇങ്ങനെ പറഞ്ഞോണ്ട് കുത്തിക്കുന്നു. എത്തപ്പ മാനുപ്പാ പാട്, കടയൊക്കെ കൊടുക്കും ചെയ്തു. എത്തപ്പ ഞാൻ കാട്ട എവിടെയാണ് കൊടുത്തും മുട്ടേ? അത് ഞാൻ നോക്കിയിട്ട് കാര്യമില്ല, ഇനി വേറെ എന്തേലും നോക്കാൻ പറ്റും. എന്നാലും ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ടാണ് പോരെന്നാല് അളിയനോട് ചോദിച്ചുകാണ്ടേ. ആ ഞാൻ കാക്കാനോടും ചോദിച്ചു നോക്കട്ടെ. ഞാൻ പോരനുണ്ട്. പിന്നെ ഇപ്പൊ എന്താ മാനുപ്പാ ഞാൻ പറയാ, റസിയ അവിടെ വലിയൊരു ഇതില്ല. ഇമ്മ എപ്പോഴും പറയണ്ട കൊറേ പൂത്തിച്ചോണ്ട് ഞാൻ ഇപ്പൊ ഇന്നാളെന്നെ ഇപ്പൊ ഞാൻ അവിടെ നിന്ന് പോന്നപ്പോ കാക്ക് കൂട്ടാൻ വന്നപ്പോ കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കച്ചറുണ്ടാക്കിയത്. ഒന്നും പറയാനാവില്ല വെച്ചോണ്ട് കൊറേ ഞാൻ കൊണ്ടിറക്കും. അങ്ങനെ വിട്ടപ്പോ എന്താ നമ്മള് കാട്ട? ഉമ്മാനോളം അടുത്ത് അല്ലാതെ പോക്കുണ്ട്. ഞാനിപ്പാക്കാണെങ്കിൽ ആ കടേന്റെ കാര്യം ഒക്കെ കൂടെ പൈസേന്റെ പോക്കും എല്ലാതും കൂടി ആയിട്ട് പറയാനാവില്ല വെച്ചാൽ ഞാൻ കൊറേ ആയി കൊണ്ടിറക്കും. അത് എന്തേലും ഒരു തീരുമാനമാക്കാൻ നമ്മൾ പറ്റൂലല്ലോ. ഇപ്പൊ ഈ കാട്ടിൽ കാട്ടിയേ പറ്റുമോ? ഉമ്മക്ക് ഇപ്പൊ അവിടെ ഒരു സുഖമല്ല. ഇങ്ങോട്ട് കൊടുന്നാലാണ് ഇനി മനുഷ്യന്റെ വർത്താനൊക്കെ പറയാൻ പറ്റൂലല്ലോ. ഞാനിപ്പോ ആകെ ഇതിൽ അടങ്ങേറായിക്കാണ്. അങ്ങനെ ഉണ്ടാവും മുട്ടിയെ. റസിയപ്പം ഉമ്മാനെ അങ്ങനെ ചെയ്യുമോ? എനിക്ക് തോന്നിയിട്ടില്ല. നമ്മ എന്തെങ്കിലും നമ്മ പറയും ചെയ്യണ്ടേ? നമുക്ക് കേക്കണം മാനുപ്പാ. ഇന്നാളെ ആ ആസ്പത്രിക്ക് ഉമ്മാൻ നമ്മൾ കൊണ്ടുപോയില്ലേ, അന്നോള് ഉമ്മാൻ മുണ്ടിട്ടതാണേ. ഉമ്മാനുണ്ട്. ആ ഞാൻ പിന്നെ അത് പറയാനാവില്ല വെച്ചതേന്ന്. മാനുപ്പാക്ക് ഈ പീടിയത്തെ കച്ചറിയൊക്കെ കൂടെ കൊണ്ടിറക്കാനാവില്ല വെച്ചാണ്ട് ഞാൻ ഉണ്ടാതെ നിന്നതാണ്. ഓൾ ഉമ്മാനടട്ട് വല്ലാതെ കുത്താണ്. ഞാനത് ആ പറയാനാവില്ല വെച്ചു. പിന്നെ എത്ര വെച്ചിട്ടപ്പോ നമ്മളിത് ഇങ്ങനെ ഉണ്ടാതെ നടക്കുക. മാനിപ്പോ ഞാൻ നല്ല ചെലിക്ക് ഓളോട് നല്ല കാര്യം പറഞ്ഞുകൊണ്ടൊന്ന് മനസ്സിലാക്കി. അല്ല അപ്പൊ ഉമ്മാക്ക് പാടെ എന്നും നിന്ന് പോരണ്ടല്ലേ? ഇവിടെ ഇപ്പൊ ഉമ്മാനെ അങ്ങനെ കൊടുന്ന് നിർത്താൻ പറ്റുമോ? ആയിക്കോട്ടെ മുട്ടിയെ, ഞാൻ ശ്രദ്ധിച്ചോണ്ട് ഇനി ഞാൻ ഇറങ്ങിയാലോ? ഞാൻ പെരിയ ഒരു സാധനം വാങ്ങാണ്ട് ഇറങ്ങിയതേനു. നളിയാണ്ട് പറഞ്ഞാണ്ടേ. അല്ല ഇപ്പൊ ചാടിച്ചിട്ട് പോകും വേണ്ട, പിന്നെ ഇതിപ്പോ എന്തിനാ അല്ലെങ്കിൽ എന്റെ തുണികൾ കൊട്ടിച്ചിട്ടുണ്ടത് ഉണ്ടാർത്തുള്ളൂ. നോക്കി നീ എന്തിനാ നിങ്ങളെ മാക്സിമം തുണികളൊക്കെ എന്റെ തുണികളൊക്കെ ഇട്ടിട്ടുള്ളത്? ഇവിടെ അല്ലെങ്കിൽ തന്നെ മനസ്സിന് 100 കൂട്ടം പണിയുണ്ട്. അതിനിടെ കൂടി ഇങ്ങളെ രണ്ട് മാക്സി നിങ്ങൾ തള്ളി പോകുന്ന ന്യായം വെക്കാനൊക്കെ നല്ല ഉസാറല്ലോ. നാളെ ഞാൻ തിരുമ്പിക്കോളി. ഇല്ല റസിയ, ഉമ്മ എവിടെ? അങ്ങനെ പുറത്തേക്ക് പോയിരുന്നു. പുറത്തുക്കോ? ഉമ്മ എന്തമ്മ നിങ്ങള് കാട്ടുണ്ട്? നിങ്ങൾ പോയി തിരുമ്പണ വെച്ചാത്തോടത്ത് അതാ പറഞ്ഞ ഓളാ മെഷീൻ ഇട്ട് തരില്ലേ? നിങ്ങൾ പോന്നാലേ അവിടുന്ന്. എന്തിനാ റസിയ അമ്മാനെ കൊണ്ട് തിരുമ്പിച്ചിട്ടുണ്ട്? ഏതായാലും ഇപ്പൊ മിഷയില് തിരുമ്പണ്ടേ? ആ 2 മാക്സി കൂടി എനിക്ക് ഇട്ടപ്പോ എന്താ എനിക്ക് വരിക? ഉമ്മാക്ക് ഇപ്പൊ കുത്തി തിരുമ്പാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്. ആ തിരുമ്പിക്കോട്ടെ. അതല്ലല്ലോ ഇപ്പൊ അതിന്റെ ശരി ഇജ്ജ് പറഞ്ഞത്. എന്നാ അപ്പൊ അനക്കോളെ കല്ലുമ്മ തിരുമ്പിയാ പോരെ? മിഷീൻ ഇട്ട് തിരുമ്പണോ? എന്തേലും ആണ് പറയുന്നേ. മനപ്പാ ഇവിടെ വന്ന അല്ല മനോട്ടിപ്പ എവിടെ പോയാണ്ട വരുന്നു? വലിച്ച പണി ശരിയായിക്കണോ? ആ ഞാന് പുറത്തൊന്നും ഇറങ്ങിയനുമ്മ. പണിന്റെ 1-2 ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായിക്കോളും. ഞാൻ അമ്മൂട്ടിന്റെ അടുക്കാൻ പറ്റും പോയിരുന്നു. ഞാൻ അവിടെ പോയിക്കാണ്ട് ഇങ്ങനെ വരേ. ഓള് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെയ്തു. ആ അതൊന്നുണ്ടായിരുന്നു അവിടെ. കുട്ടികളൊക്കെ ഇപ്പൊ സ്കൂളിൽ പോയിട്ടുണ്ടാകുമല്ലോ. അല്ല എത്തപ്പോ എന്നിട്ട് മുട്ടി എന്നോട് പറഞ്ഞു? ഉമ്മൂട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞമ്മ. അപ്പഴാ ഞാൻ കുറച്ചൊക്കെ അറിയേണ്ടത്. നിങ്ങൾക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോടാ. എനിക്ക് എന്തെങ്കിലും ഇപ്പൊ ഞാൻ അറിയുള്ളൂ. അതിപ്പോ എത്തപ്പ അറിയാനൊട്ടിയെ, ഒരു പേരാവുമ്പോ അങ്ങനൊക്കെ ഉണ്ടാകും. അതൊക്കെ ഇപ്പൊ ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞോണ്ട് ഇറക്കല. അതൊന്നും പറയാനില്ല. നിങ്ങൾ വല്ലതും പറഞ്ഞാലല്ലോ അമ്മ അറിയുള്ളൂ.
നിങ്ങൾ മനസ്സിലെച്ചാൽ അറിയില്ലല്ലോ. നിങ്ങൾക്ക് വേറെ ആരോടും പറയാനില്ലല്ലോ. നിങ്ങൾക്ക് ആകെ 2 മക്കളോടല്ലേ പറയാനുള്ളൂ. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ നോക്കിക്കൊണ്ടുമ്മ, ഞങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലായിക്കൊണ്ട്. എല്ലാം ഇപ്പൊ എന്താ നമ്മൾ ചെയ്യാ? നിങ്ങൾ എന്താ ഇവിടെ ഒറ്റക്ക് വന്നിരിക്കണത്? നിങ്ങൾക്ക് ഒരു ചോറ് കൊണ്ട് വെച്ചിക്കണേ തിന്നാണേ. ഞാൻ കരണ്ടല്ലോ ചോറെടുത്തപ്പോളേ ഞാൻ ഉമ്മുട്ടിന്റെ അടുത്തേറ്റം പോയിരുന്നു. ഓട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. തമ്മൂട്ടിക്ക് ഇങ്ങോട്ട് കുറച്ച് കാര്യം പറയാൻ കാരണം എന്തിയാ? പൈസനെ കുറിച്ചോ? പൈസനെ കുറിച്ചൊന്നുമല്ല, അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഉമ്മൂട്ടി വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്റെയും ഉമ്മാന്റെയും ഞാൻ ഇപ്പൊ നാട്ടിലില്ലാത്ത അന്നത്തെ കാര്യങ്ങളൊക്കെ. വയസ്സായ ആൾക്കാരല്ല റസിയ, കുറച്ചൊക്കെ ഓലെടുത്ത് പാകപ്പയവൊക്കെ ഉണ്ടാവും. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ച് പോവുക. അല്ലാതെ എന്താ ചെയ്യാ? അല്ലെങ്കിൽ നിങ്ങളെ വര കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് തോന്നിക്കണം എന്തോ ഒരു കണി വെച്ച് കണ്ടന്നെയാണ് വരേണ്ടത്. നിങ്ങൾ മുന്നിലിരുന്ന് വരണ്ടേ അല്ലേ? കുറച്ച് കുറ്റം എന്തെങ്കിലും പറഞ്ഞു നോക്കുമല്ലോ. നിങ്ങൾക്ക് ചോറ് പറയാൻ തന്നു വയ്ക്കണേ സാർ. എത്ര മങ്ങൾക്ക് അടക്കിയെന്നു ഉമ്മാന്റെ കുട്ടീനെ കാണാൻ പൂതിയായി ഉമ്മാക്ക്. എത്തമ്മ ഞാൻ കൊറേ ആയിരുന്നു ഉമ്മാന്റെ അടുത്തേക്ക് ഒന്ന് പോരണം ചോദിച്ചാ മനസ്സിനോട് ചോദിക്കുന്നു. അതിന്റെ ഒരു സമ്മതം കിട്ടിയിട്ട് പോരണ്ടേ? എന്നെ കാണാൻ പൂതിയായിട്ട് തോന്നിയിട്ട് ഞാൻ ഇപ്പം തന്നെ വിളിച്ചത്. പിന്നെ പോള ഇതുമല്ലേ, അപ്പോൾ മാനിപ്പാണെങ്കിൽ ഇങ്ങനെ വട്ടം പാഞ്ഞ് നടക്കും ചേച്ചിയാണ്. അതെ ഇപ്പം ഞാൻ ഒന്നാണ്ട് വിളിച്ചത് തന്നെ. മങ്ങള് മരുന്നൊന്നും കുടിച്ചല്ലേ? ആ കാലുവേദനയ്ക്കൊക്കെ കുറവുണ്ടപ്പോ നിങ്ങക്ക്? മരുന്നൊക്കെ കുടിച്ചിട്ടുണ്ട് കുട്ടിയെ. ഒക്കെ മരുന്ന് ഏതൊക്കെയാണെന്നുള്ളതാണ്ട് ശരിയാവുന്നില്ല, അത് മനസ്സിലാവുന്നില്ല. ഇപ്പൊ നിങ്ങക്ക് റസിയാനോടൊന്ന് എടുത്തുതരാൻ പറഞ്ഞൂടെ? നിങ്ങക്ക് അത് അല്ല റസിയ, നമുക്ക് ഉമ്മാക്ക മരുന്നൊക്കെ നിർത്തിയെടുത്തൂടെ? നമുക്ക് ഉമ്മാന്റെ കാര്യം മാത്രം നോക്കിയാ പോരെ. ഇവിടെ കടയിൽ തന്നെ ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. ഞങ്ങൾക്ക് എത്ര തന്നെ ഉണ്ടെങ്കിൽ ഇജ്ജും കൊണ്ടേ നോക്കമ്മാനെ. ഇത് കാക്കാറന്നപ്പോ ഇങ്ങനെ ഓരോന്ന് ഏച്ചനും കുട്ടിയും പറഞ്ഞില്ല. അപ്പൊ ഞാൻ അറിഞ്ഞേക്കണ്. എത്തേശന് കുട്ടി നടിച്ച് പറയണത്? പറഞ്ഞെടുത്ത ഞാൻ പോകണുള്ളൂ. പറയാണെങ്കിൽ കൊറേ ഉണ്ട് പറയാന്. അവളിങ്ങനെ ഏശന് കുട്ടി അറിയണു. ഇജ്ജും എന്റെ തള്ളിൽ തന്നെയാണ് എന്റെ കാര്യം മനസ്സ് മുഴുവൻ മാറ്റുന്നത്. എന്നിട്ട് എന്റെ മക്കളെയും പുറത്താക്കാൻ വേണ്ടി എല്ലാ പണി എന്റെ കയ്യിലുണ്ടല്ലോ. എത്ര രസ്യ ജി പറയണ്ട്? എന്റെ മക്കൾ അങ്ങനെ ഒരു ഏസിന് കൂടുന്ന ആൾക്കാരൊന്നും അല്ലട്ടോ. നിങ്ങൾ 2 തൊളി എന്റെ തുറക്കൂല. ഞാനേ കരീമാജിന്റെ മോളെ പൊണ്ണുമ്മയാണ്. നല്ല ഓർമ്മിച്ചോളി. ഇജ്ജ് ഏത് കരീമാജിന്റെ മകളായാലും ഇച്ച് പെത്താ ഇജ്ജ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ എന്റെ ഉമ്മാനെ നോക്കണ്ടേ രുചി. അല്ലാതെ ആണുങ്ങൾ കെട്ടിക്കൊണ്ട് പെണ്ണുങ്ങളാണ് ഉമ്മാരെ നോക്കുക, അല്ലാതെ പെൺമക്കൾ കൊണ്ടുങ്ങാണ്ടല്ല ഉമ്മാരെ നോക്കുക. എത്താ ഇജ്ജ് പറയണേ? ഞാൻ പോകാണുമ്മാ. ഇമ്മിപ്പിയോ ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് കയറി ഇരിക്കി. പെണ്ണമ്മ, ഞങ്ങൾ കുറേ ദിവസം വരണം വിചാരിച്ചിട്ട് ഓരോ തിരക്കാരന് വരാൻ പറ്റില്ല. മാനിപ്പോ അവിടെ പോയി ഓൻ കടയൊക്കെ വിറ്റില്ലേ? ഓരോന്റെ അഭിമാനിയാണ്. നിന്റെ കടയിലോ നിന്നാ മതി. ഞാൻ കൊറേ പറഞ്ഞതാ, അതിനോന്റെ അഭിമാനം സമ്മതിക്കൂല്ലോ. അറിയില്ലപ്പാ, ഞാൻ എനിക്ക് പറയാളൊക്കെ പറഞ്ഞത്. എന്തൊക്കെയാ പറഞ്ഞു? എവിടെയൊക്കെ പണിക്ക് കയറണമെന്നോ എവിടെ സ്ഥാപനം തുടങ്ങണമെന്നോ എന്തൊക്കെയാണോ? എന്തേലാട്ടെ. ഇപ്പൊ മാനിപ്പോ നമ്മള് പറഞ്ഞതൊക്കെ കേൾക്കുവോ? ഓരോന്റെ തള്ള പറഞ്ഞതല്ലേ ഓൻ കേൾക്കുള്ളൂ. അല്ലെങ്കിൽ ഓൻ പണിയൊക്കെ തെരഞ്ഞെടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അമ്മക്ക് എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ട്, അതിലെവിടെയൊരു നിന്നാൽ പോരെ? കുറിച്ച് പറഞ്ഞാൽ തന്നെ ഓൻ തോന്നിയാലേ ചോദിച്ചോളൂ. പണ്ടുണ്ടോ ഞമ്മള് പറഞ്ഞാലും കേൾക്കണ സ്വഭാവം? ഒരു നല്ല പണി തന്നെ എടുക്കുന്ന കാര്യമുണ്ടോ? നമ്മൾ സ്ഥാപനത്തിൽ വന്നാൽ എനിക്കൊരു സഹായം. മങ്ങക്ക് പാക്കും ഇപ്പൊ തന്നെ പോണോ? വെയിലറിയിട്ട് പോയാ പോരെ? അവിടെ നിന്നാ പറ്റൂല. ഞാൻ തളന്റെ മൂണ്ട കാണന്നെ പിരാന്താണ്. പറ്റൂല. എലിപ്പ എന്റെ വാപ്പ അങ്ങനെ വന്ന് പോണാണല്ലോ, ഇച്ച് വന്നാ മതിയല്ലോ. ഞാൻ അതാ വരാത്തത്. ഞാൻ അതൊക്കെ പോട്ടെ. ആ ഇമ്മൂട്ടി ഇങ്ങോട്ട് വന്നിട്ട് ആ ഇമ്മൂട്ടിയും തള്ളിയും കൊണ്ട് കുറച്ച് വർത്താനം പറഞ്ഞു കൂട്ടിയിട്ട് ഉമ്മ ഇപ്പനൊക്കെ പറയണ്ട. ഉമ്മ എന്തൊക്കെയാ കാട്ടേണ്ടത്? ഇജങ്ങനെ കുറഞ്ഞു കൊടുക്കൊന്നും വേണ്ടട്ടോ.
ആ നല്ല പറഞ്ഞോണ്ടി. ഇജ്ജ് കെരിമാജിന്റെ മകളാണ്. ഞാൻ കുറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല, ഞാൻ നല്ല പറഞ്ഞിക്കണ്. ഞാൻ എന്റെ അപ്പാന്റെ മകളാ. ഞങ്ങൾ പോകട്ടോ. പോകട്ടോ. കുൽസോ നിങ്ങൾ പോകുക? അല്ല പിന്നെ പോകാതെ ഞങ്ങളെ മൂന്നും കണ്ടുപിടങ്ങ നിക്ക്. ഇജ്ജ കുട്ടീനെ വല്ലാതെ നിങ്ങളിങ്ങനെ ഇറങ്ങാറാക്കരുത് കേട്ടോ. ഓൾ വിട്ട് വേലക്കാർക്കൊന്നുമല്ല. കുൽസോ ഒരു കാര്യണ്ട്, അന്റെ മോള് പറയുന്നത് മാത്രം കേൾക്കാണ്ടേ ജിന്റെ നേർക്ക് എടുക്കരുത്. ഞാൻ ഇവിടെ ഓളെ കൊണ്ടിറങ്ങുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ലേ. ഇജ്ജ് എന്താ വിചാരിച്ചത്? ഞാൻ എന്റെ മാനിപ്പോനെ വിചാരിച്ചിട്ടാണ് ഒന്നും ഉണ്ടാക്കണത്. വല്ലാതെ നിന്നെ ഇറങ്ങാറാക്കരുതിട്ടാ. പറയണ്ട, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ കുറച്ചേരം വന്നിട്ട് മാനിപ്പ എന്റെ ഉമ്മാന്റെ വർത്താനം കേട്ടിട്ട് പള്ളം നിറഞ്ഞു. അതെന്താ റസിയ, ഉമ്മ അങ്ങനെ പോവല്ലേ? കുറച്ചു പോവാ. ഞങ്ങൾ പോവുക. പോന്ന